ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ പുരോഗതി സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിലമ്പൂർ മെമു ഇന്ന് സർവീസ് ആരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഷൊർണൂരിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക് പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6 അർജന്റീന ഫുട്ബോൾ താരം മെസ്സി നവംബറിൽ കേരളത്തിലെത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് കൊൽക്കത്തയിൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ISROയുടെ ചന്ദ്രയാൻ 3 ദൌത്യത്തിലൂടെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യവും ചന്ദ്രോപരിതലം സ്പർശിക്കുന്ന 4ാമത്തെ രാജ്യവുമായി ഇന്ത്യ മാറി. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പ്രാചീന വിജ്ഞാനത്തിൽ നിന്ന് അനന്ത സാധ്യതയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ പുരോഗതി സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ബഹിരാകാശ മേഖലയിൽ പുതിയ നാഴികക്കല്ലുകൾ കൈവരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ISRO സംഘടിപ്പിച്ച പരിപാടിയിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ ബഹിരാകാശ യാത്രാ സംഘങ്ങളുടെ ഭാഗമാകാൻ യുവജനങ്ങളെ അദ്ദേഹം ക്ഷണിച്ചു. സെമി ക്രയോജനിക് എഞ്ചിൻ, ഇലക്ട്രിക് പ്രൊപ്പൽഷൻ തുടങ്ങിയ മികച്ച സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ ഇന്ന് അതിവേഗം വളരുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. स्पेस डे पर अपने युवा साथियों को भारत के सपनों को उड़ान देने के लिए इस एस्ट्रोनॉट पूल से जुड़ने के लिए आमंत्रित करता. साथियों, आज भारत सेमी क्रायोजेनिक इंजन और इलेक्ट्रिक प्रोपल्शन जैसी ब्रेक थ्रू टेक्नोलॉजी में तेजी से आगे बढ़ रहा है. ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രം പ്ലാനറ്റോറിയത്തിലൊരുക്കിയ പ്രത്യേക പ്രദർശനം ISRO മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ജയറാം ഉദ്ഘാടനം ചെയ്തു. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പുരാതന നിരീക്ഷണങ്ങൾ, കലണ്ടറുകൾ, ഖഗോളീയ ഭൂപടങ്ങൾ തുടങ്ങിയവ പ്രദർശനത്തിലുണ്ടാകും. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. 28 പത്രികകൾ തള്ളി. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായും മുൻ സുപ്രീംകോടതി ജഡ്ജി V സുദർശൻ റെഡ്ഡി INDA സഖ്യ സ്ഥാനാർത്ഥിയായും മത്സരിക്കും. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ഫിക്കിയും കൊച്ചി വിമാനത്താവളവും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, നവീകരണം പരിപോഷിപ്പിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യം. 2 ദിവസത്തെ ഉച്ചകോടിയിൽ 50-ലേറെ വിദഗ്ധർ പങ്കെടുക്കും. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്ക് ആശ്വാസമായി നിലമ്പൂർ മെമു ഇന്ന് സർവീസ് ആരംഭിക്കും. നിലമ്പൂരിലേക്കുള്ള ട്രെയിനിന്റെ ആദ്യ യാത്ര ഇന്ന് രാത്രി ഷൊർണൂരിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഇന്ന് രാത്രി 8:40 റെയിൽവേ സ്റ്റേഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മെമു ആദ്യ യാത്ര ആരംഭിക്കുക. നാളെ മുതൽ എറണാകുളത്ത് നിന്ന് 5:40 പുറപ്പെടുന്ന ട്രെയിൻ 8:30 ഷൊർണൂരിൽ എത്തും. ഇവിടെ നിന്നും 8:35 യാത്ര തിരിക്കുന്ന മെമു വല്ലപ്പുഴ, കുലുക്കല്ലൂർ, ചെറുകര, അങ്ങാടിപ്പുറം, പട്ടിക്കാട്, മേലാറ്റൂർ, വാണിയമ്പലം എന്നീ സ്റ്റേഷനുകൾ കടന്ന് രാത്രി 10:05 നിലമ്പൂരിലെത്തും. പിറ്റേന്ന് പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് മടങ്ങുന്ന ട്രെയിൻ 4:55 ഷൊർണൂരിൽ എത്തുക. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 70 ഏക്കർ ഭൂമിയിൽ 13 ലക്ഷം ചതുരശ്ര അടിയിലധികം വിസ്തൃതിയിലാണ് സംയോജിത ലോജിസ്റ്റിക് പാർക്ക് സജ്ജമാവുക. പദ്ധതിയിലൂടെ 1000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ക്ലീൻ കേരള കമ്പനിയുടെ ഇക്കോ ബാങ്ക് സംരംഭത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അജൈവ പാഴ്വസ്തുക്കൾ നേരിട്ട് കൈമാറുന്നതിനുള്ള കേന്ദ്രങ്ങളാണ് ഇക്കോ ബാങ്ക്. ആദ്യഘട്ടത്തിൽ 14 ജില്ലകളിലും ഓരോ ഇക്കോ ബാങ്ക് വീതം ആരംഭിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ഇലക്ട്രോണിക് മാലിന്യം, പ്ലാസ്റ്റിക്കുകൾ, ചെരുപ്പ്, ബാഗ് തുടങ്ങിയവയാണ് സ്വീകരിക്കുക.
സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം കാപ്പിൽ സ്വദേശിനിയായ 55-കാരിക്കാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 6 അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത ശക്തമാക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. സാമൂഹിക നീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന 5ാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് ഇന്ന് സമാപിക്കും. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും. ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കുടുംബശ്രീ അംഗങ്ങളെയും സജ്ജമാക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ജെൻഡർ ബ്രിഗേഡ് ഗ്രൂപ്പ് അഴീക്കോട് പ്രവർത്തന സജ്ജമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ദുരന്തബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ നിന്നും പരിശീലനം ലഭിച്ച വനിതകളുടെ കൂട്ടായ്മയാണ് ജെൻഡർ ബ്രിഗേഡ്. രക്ഷാപ്രവർത്തനം, അടിയന്തര വൈദ്യസഹായം, മാനസിക പിന്തുണ, താൽക്കാലികമായി അഭയകേന്ദ്രത്തിലേക്ക് മാറ്റൽ, ഭക്ഷണം എത്തിച്ചു നൽകൽ, ശുചീകരണ പ്രവർത്തനം എന്നിവയാണ് ജെൻഡർ ബ്രിഗേഡ് പ്രവർത്തകർ ചെയ്യുക. കുടുംബശ്രീ ജില്ലാ മിഷൻ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ CDS, ജെൻഡർ റിസോഴ്സ് സെന്റർ എന്നിവയുടെ കീഴിലാണ് ജില്ലയിലെ ആദ്യ ജെൻഡർ ബ്രിഗേഡ് ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. അർജന്റീന ഫുട്ബോൾ ടീമും മെസ്സിയും നവംബറിൽ കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി V അബ്ദുറഹിമാൻ. ഇതു സംബന്ധിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചതായി മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ സൌഹൃദ മത്സരങ്ങൾ നടക്കുന്ന വേദികൾ AFA സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. 134ാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ഇന്ന്. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഡയമണ്ട് ഹാർബർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 5:30 മത്സരം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ 3ാം ദിനമായ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. വൈകുന്നേരം 6:45 നടക്കുന്ന 2ാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. BJP സംസ്ഥാനതല ശില്പശാല തൃശൂരിൽ ആരംഭിച്ചു. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരും സംസ്ഥാന നേതാക്കന്മാരും ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. സാക്ഷരത, ഡിജിറ്റൽ സാക്ഷരത എന്നിവയിലെ വിജയത്തിന് ശേഷം തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകുന്ന സ്മാർട്ട് പദ്ധതി ഒരുക്കി സംസ്ഥാന സാക്ഷരതാ മിഷൻ. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് ആദ്യം വയനാട് ജില്ലയിൽ നടപ്പാക്കും. സ്മാർട്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OR കേളു തിങ്കളാഴ്ച നിർവഹിക്കും. ഇന്ത്യയിൽ ടിക്ടോക്കിന്റെ നിരോധനം നീക്കാൻ യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് കേന്ദ്രം. രാജ്യത്ത് ടിക്ടോക്കിന്റെ നിരോധനം നീക്കിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ത്യയിൽ ഉപയോക്താക്കൾക്ക് ടിക്ടോക്കിന്റെ വെബ്സൈറ്റ്, ഹോം പേജ് ഉപയോഗിക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് വിശദീകരണം. കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഒരു ഭാഗം നാളെ വൈകുന്നേരം 4 മണി മുതൽ തുറന്ന് പ്രവർത്തിക്കും. 2, 3, 4 നിലകളിലുള്ള വാർഡുകളും ന്യൂറോ സർജറി തീവ്രപരിചരണ വിഭാഗവും ബുധനാഴ്ചയോടെ പ്രവർത്തന സജ്ജമാകും. MRI റൂമിൽ പുക ഉയർന്നതിനെ തുടർന്നാണ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ പുരോഗതി സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിലമ്പൂർ മെമു ഇന്ന് സർവീസ് ആരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഷൊർണൂരിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക് പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6. അർജന്റീന ഫുട്ബോൾ താരം മെസ്സി നവംബറിൽ കേരളത്തിലെത്തുമെന്ന് കായികമന്ത്രി V അബ്ദുറഹിമാൻ. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് കൊൽക്കത്തയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.